നമുക്ക് പ്രിക്കോഷൻസ് നമ്മളിതിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഹൈജീൻ, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് വാഷിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇപ്പം സ്റ്റൂളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും, നമ്മൾ കെയർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ തവണ ഹാൻഡ് വാഷിങ് പ്രാക്ടീസസ് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയൺമെൻറ്റിൻ്റെ ആയിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റൂളൊക്കെ നമ്മൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഈവൻ ആ സ്റ്റൂളിനെ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ. ഇപ്പോൾ ഡൈപ്പേഴ്സൊക്കെ ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പല തവണയും ഇങ്ങനെ ലൂസ് സ്റ്റൂൾ ഉണ്ടാവുമ്പം പ്രോബ്ലം എന്ന് വെച്ചാൽ ആ ഏരിയയിൽ, ആ പെരിനിയൽ ഏരിയയിൽ റെഡ്നെസ്സും അതിൻ്റെതായ ഒരു റാഷസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പെരിനിയൽ ഏരിയനെ ഡ്രൈ ആയിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡയപ്പർ റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഡയപ്പർ റാഷ് ക്രീംസ് ഉണ്ട്, അത് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്യാം. അപ്പോൾ ഡയറിയയുടെ എപ്പിസോഡ്സ് കുറയുമ്പം ആ ഏരിയയും കുറച്ചും കൂടി ക്ലീൻ ആവും. അതല്ലാതെ നമ്മൾ വാട്ടർ ഈ അലാമിങ് സൈൻസ് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. വാട്ടർ ആ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പം വാക്സിനേഷൻസ്, നമുക്ക് വാക്സിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് ഓൾറെഡി നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടുത്തെ UAE വാക്സിനേഷനിൽ റോട്ട വൈറസ് വാക്സിനേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ഷെഡ്യൂളിൽ 2, 4, 6 months കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ സെക്കൻഡ് മന്തിലും 4th monthലുമാണ് നമ്മളത് കൊടുക്കുന്നത്. അതൊരു ഓറലായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനും കൂടിയാണ്. NTV UAE to the world.